KSEBയുടെ വൈദ്യുതി KSEBയ്ക്ക് തന്നെ വിറ്റ് കൊള്ള ലാഭം നേടുകയാണ് ഒരു സ്വകാര്യ കമ്പനി. മണിമലയാർ ജലവൈദ്യുതി പദ്ധതി ഏറ്റെടുത്ത കാർബറണ്ടം കമ്പനിയാണ് വൈദ്യുതി ഇപ്രകാരം വിൽക്കുന്നത്. ജലവൈദ്യുത പദ്ധതിയുടെ വൈദ്യുതി ഉപയോഗിക്കാതെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി ബാക്കി വന്ന വൈദ്യുതി KSEBയ്ക്ക് തന്നെ വിറ്റാണ് കമ്പനിയുടെ ഈ അധിക ലാഭ കൊള്ള. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, വിശദാംശങ്ങളിലേക്ക് ആദ്യം. KSEBയുടെ വൈദ്യുതി KSEBയ്ക്ക് തന്നെ വിൽക്കുന്നു എന്നാണ് ഇപ്പോൾ പരാതി പോലെ ഉയർന്നിരിക്കുന്നത്. അതായത് വൈദ്യുതിക്ക് മണിമലയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണം നേരിടുന്നത്. അതായത് പുറത്തുനിന്നും വൈദ്യുതി എത്തിച്ചു കൊണ്ടുവന്ന് അത് കമ്പനിയുടെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം വീണ്ടും കൂടിയ തുകയ്ക്ക് KSEBയ്ക്ക് വിൽക്കുന്നു എന്നാണ് പരാതി. ഇത്തരത്തിൽ ആക്ഷേപം ഉയരുന്നത്. അതായത് സർക്കാരിനെ തന്നെ വഞ്ചിക്കുന്ന നിലയിലാണ് ഈ കമ്പനിയുടെ സമീപനമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കമ്പനി മണിമലയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതിക്ക് കരാറിലേർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ കാർബറണ്ടം എന്നാണ് ആ കമ്പനിയുടെ പേര്. ആ കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് KSEB തന്നെ ഈ കമ്പനിക്ക് ഇത്തരത്തിൽ ഇത്തരം നടപടികളിലേക്ക് കടക്കരുതെന്ന് നിർദ്ദേശം നൽകിയായിരുന്നു എന്ന് അറിയാനും കഴിയുന്നു. അതുകൂടി അവഗണിച്ചുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുന്നത്. അതായത് പകൽ സമയങ്ങളിൽ ഉപയോഗിക്കുന്നതിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് നിരക്ക് കുറവാണ്. അങ്ങനെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ആവശ്യത്തിന് ഈ പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കുകയും കമ്പനിയുടെ ഉപയോഗത്തിന് ശേഷം, അതായത് യൂണിറ്റിന് 2 രൂപ നിരക്കിൽ മേടിക്കുന്ന വൈദ്യുതി കമ്പനിയുടെ ഉപയോഗത്തിന് ശേഷം ബാക്കി വരുന്ന ആ വൈദ്യുതി 4 രൂപ, യൂണിറ്റിന് 4 രൂപ മുതൽ ഒരു 6 രൂപ നിരക്കിൽ KSEBയ്ക്ക് വിൽക്കുന്നു എന്നാണ് ഇപ്പോൾ ആക്ഷേപമായി ഉയർന്നിരിക്കുന്നത്. ഇതിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള നടപടി ശരിയല്ല എന്ന രീതിയിൽ പരാതിയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളടക്കമുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് ആ മാനദണ്ഡങ്ങളടക്കം ലംഘിച്ചുകൊണ്ടാണ് കമ്പനി ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഈ പരാതിയിൽ ഉയരുന്നത്. അത് മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ എന്ന് പറയുന്നത് ഈ ജലവൈദ്യുത പദ്ധതി അവിടെ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ഈ ജലവൈദ്യുത പദ്ധതിയിൽ ഉപയോഗിക്കാതെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരികയും സർക്കാരിന് അത് വിറ്റുകൊണ്ട് സർക്കാരിനെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് വിറ്റ് കൊള്ളലാഭം കൊയ്യുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിൽ വളരെ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. പകൽ സമയത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ വൈദ്യുതി കമ്പനി വാങ്ങുന്നത്, കമ്പനിയുടെ ഉപയോഗം നടത്തുകയും ചെയ്യുന്നാൽ ജലവൈദ്യുത പദ്ധതിക്ക് അവിടെ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ അവിടുത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി എടുക്കാതെയാണ് ഇതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പരാതി ഉയരുകയും ചെയ്തു. ഈ KSEB തന്നെ നേരിട്ടത് മനസ്സിലാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നിട്ടും കമ്പനിക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇത്തരം സമീപനങ്ങളുമായി കമ്പനി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. KSEBയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, മാത്രമല്ല സർക്കാരിനെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊള്ളലാഭം കൊയ്യുന്ന ഒരു സമീപനമാണ് ഈ കാർബറണ്ടം എന്ന് പറയുന്ന കമ്പനി നടത്തിയിരിക്കുന്നത്. ജലവൈദ്യുത പദ്ധതി അവിടെ ആ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നിരിക്കെ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വേണം ഈ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ. എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട്, ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് പുറത്തുനിന്നും വൈദ്യുതി എത്തിക്കുകയും അങ്ങനെ പുറത്തുനിന്ന് വൈദ്യുതി എത്തിച്ചിട്ട് ആ വൈദ്യുതി കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അതിനുശേഷം കൊള്ളലാഭം കൊയ്യുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാരിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ കമ്പനി അവിടെ ഈ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണെന്ന് വ്യാജേന തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും ഇത്തരത്തിൽ കൊള്ളലാഭം കൊയ്യുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 2 യൂണിറ്റിന് 4 മുതൽ 6 പൈസ വരെ വെച്ച് ആണ് ഇതിന് ഈ കമ്പനി ഈ വൈദ്യുതി സർക്കാരിന് വിൽക്കുകയും ചെയ്തത്. അനു, എന്തായാലും വൈദ്യുതി പുറത്തു നിന്നും വാങ്ങി, അതായത് ഈ ജലവൈദ്യുത പദ്ധതിയുടെ വൈദ്യുതി ഉപയോഗിക്കാമെന്നിരിക്കെ അത് ചെയ്യാതെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി അതിൽ ബാക്കി വന്ന, ഈ കമ്പനിക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉപയോഗിച്ച ശേഷം അതിൽ ബാക്കി വന്ന വൈദ്യുതി അമിത തുകയ്ക്ക് KSEBയ്ക്ക് വിൽക്കുന്നു എന്നതാണ്. എത്ര വലിയ അഴിമതി അല്ലെങ്കിൽ അധിക കൊള്ളവേട്ടയാണ് അവിടെ നടക്കുന്നത് എന്നതുകൂടിയാണ്. ഇതിനെതിരെ നിരവധി ആരോപണങ്ങൾ വൈദ്യുതി വകുപ്പും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കം സർക്കാരും നേരിടുന്നു എന്നതുകൂടി ഓർക്കണം.